മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കുലുക്കമില്ലായ്മ അത് കേരള രാഷ്ട്രീയത്തിലുള്ള ബാക്കിയുള്ളവർ കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ്. എന്തോരം ആക്ഷേപങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കോൺഗ്രസിലെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ നോക്കിയാൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങി ഒരു വലിയ നിര, പിന്നെ നാട്ടിൽ കിടക്കുന്ന കോൺഗ്രസിന്റെ സകലമാന പേരും നിരന്ന് നിന്ന് ഒരേ ഒരു വ്യക്തിയാണ് അധിക്ഷേപിക്കുന്നത്. ഇതിനോടൊപ്പം സുഡാപ്പികളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, ലീഗുണ്ട്. ഇവരെല്ലാം ആക്ഷേപിക്കുന്നതും അതിനെ വലിയ തലക്കെട്ടുകളാക്കി അല്ലെങ്കിൽ വാർത്തകൾ എന്ന പേരിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും അതൊന്നും കണ്ടിട്ട് ഒരു കുലുക്കമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വളരെ സൗമ്യനായി ചോദ്യങ്ങളെ നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ശൈലി കേരള രാഷ്ട്രീയത്തിൽ മാധ്യമപ്രവർത്തകനായിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം ഉണ്ടായിരുന്നു, അച്യുതാനന്ദന്റെ കാലം ഉണ്ടായിരുന്നു, ഇപ്പോൾ പിണറായിയുടെ 10 വർഷം. ഇതാണ് എൻ്റെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിമാരെന്നുള്ള നിലയ്ക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകില്ല. നിരന്ന് നിന്ന് സകല പേരും അദ്ദേഹത്തിന് നേരെ അമ്പെയ്യുകയാണ്. അദ്ദേഹത്തെ വർഗീയ ചാപ്പ കുത്തുന്നവരുണ്ട്. അതായത് പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചില മതവിദ്വേഷിയാക്കി മാറ്റുന്ന രീതി പോലും വന്നിട്ടും അതിലെല്ലാം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു വിശ്വസിച്ച് താൻ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങളിലെല്ലാം പുറത്തു നിന്ന് എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സകല ചോദ്യങ്ങൾക്കും ഈ എഴുത്തെല്ലാം എഴുതി പിടിപ്പിക്കുന്നവരുടെ മുന്നിൽ വന്നിരുന്ന് നെഞ്ചും വിരിച്ച് തല ഉയർത്തി നിന്ന് മറുപടി പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര മുതലിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പിണറായി കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തി എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കേവലം 1-2 ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സതീശനെ നോക്കണം, എന്തൊരു അസ്വസ്ഥനാണ്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ധിക്കാരിയും ധാർഷ്ട്യക്കാരനൊന്നുമല്ല. പക്ഷെ പിണറായി ഇപ്പോഴും ധിക്കാരിയും ധാർഷ്ട്യക്കാരനുമാണ്. ഇത്രയും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടും വളഞ്ഞു നിന്ന് ആക്രമിച്ചിട്ടും വളരെ സൗമ്യഭാവത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും ഇഷ്ടപ്പെടാത്ത കാര്യം എവിടെ വെച്ച് സംഭവിച്ചാലും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ജെനുവിനിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയിട്ടും അയാൾ അതിനെ ഉരുക്ക് മനുഷ്യരെ പോലെ നിന്ന് നേരിടുന്നുണ്ടെങ്കിൽ അയാളുടെ കരുത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ഒരു ശക്തി അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബാക്കി എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ മുതിരാത്ത ആ നിലപാടുണ്ടല്ലോ, അത് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനങ്ങളിലും ഒരു വാചകം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ചിലരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. നുണക്കോപ്പുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. അവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയായാണ് ഈ നാട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പുകമറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാം എന്നാണ് നുണപ്രചാരകർ കരുതുന്നത്. അവർ ആസൂത്രിതമായി വ്യാജ കേരള സ്റ്റോറികൾ പടച്ചുവിടുകയാണ്. അത്തരക്കാരെ കരുതിയിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. അതെ, നുണക്കോട്ടകൾ കെട്ടുന്നവരെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. കാര്യം ചിലർക്ക് കാര്യസാധ്യം നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യാത്തതും ചിന്തിക്കാത്തതും പറയാത്തതും ആയ കാര്യങ്ങളെ അവർ പറഞ്ഞു എന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. അതിനപ്പുറത്തേക്ക് ആ എഴുതിയവരോട് ഒരു ഈർഷ്യയും കാട്ടിയിട്ടില്ല. പക്ഷേ മോശമായിട്ടുള്ള ചോദ്യമോ പ്രവോക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. ഈ നിരന്ന് നിന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പിക്കാർ ഒരു മതവിഭാഗക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സംഘി ചാപ്പകുത്തി അല്ലെങ്കിൽ വർഗീയവാദിയാക്കാൻ പരിശ്രമിച്ചിട്ടും
ടോളറൻസ് എന്ന വാക്കിന്റെ പര്യായമായിട്ട് പിണറായി വിജയൻ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ ഇന്നലകളിൽ ഇവർ മനഃപൂർവ്വം ചാർത്തിക്കൊടുത്ത ചാപ്പ അദ്ദേഹത്തിന് ചേരുമോ ഇല്ലയോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ എന്നൊരു വ്യക്തിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് പലയിടങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പക്ഷേ രാഷ്ട്രീയ അനുഭവത്തിലൂടെ വളർന്നു വന്ന ജീവിതാനുഭവങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അത്തരം ആരോപണങ്ങളെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വവും തന്നെക്കുറിച്ചുള്ള തൻ്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെരുമാറ്റവും അത് രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു മാതൃകയാക്കേണ്ട ക്യാരക്ടർ തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്.